ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഇന്ന് എൻ്റെ ഈ ചാനലിലൂടെ ഒരു പുതിയ ടോപ്പിക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പ്രസന്റ് ചെയ്യുകയാണ്. എന്താണ് ആ പുതിയ വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളമാണത് പുതിയൊരു വിഷയം. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യം മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ അല്ലെങ്കിൽ ഇത് വീഡിയോ കണ്ടതിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അപസ്മാരം അഥവാ സീഷർ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഈ കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാനൊരു ദിവസം രാത്രി 9 മണിക്ക് ഒരു മഴയുള്ള ദിവസം ഞാനിങ്ങനെ ബൈക്കിൽ പോകുന്ന സമയത്ത് ഇരുട്ടുള്ളൊരു ഭാഗത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ വീണ് കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പം എനിക്ക് എന്താണ് റോഡിന് കുറുകെ വീണ് കിടക്കുക. അപ്പം ചാറ്റൽ മഴയുണ്ട്, അദ്ദേഹം നനഞ്ഞുകൊണ്ടാണ് അവിടെ കിടക്കുന്നത്. ഞാൻ അടുത്തേക്ക് നിന്ന് എൻ്റെ വണ്ടിയുടെ പ്രകാശത്തിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് തലയൊക്കെ പൊട്ടി ചോര ഒലിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നിശ്ചലമായി കിടക്കുന്നൊരവസ്ഥയിലാണ്. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അടുത്തുള്ള വീടുകളിൽ പോയി 2-3 ആൾക്കാരെയൊക്കെ വിളിച്ചു. ഞാൻ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഈ മനുഷ്യനെ ഒന്നെന്ത് ചെയ്തു, മലത്തി കിടത്തിയിട്ട് ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വായിൽ നിന്ന് നുരയും പതയൊക്കെ വരികയും നാക്ക് കടിച്ചു പിടിക്കുകയും അതുപോലെ തന്നെ കൈയൊക്കെ മുറുകെ പിടിക്കുകയും ചെയ്തുകൊണ്ട് ഒരുതരം വെട്ടല സ്വഭാവത്തോടുകൂടി ഒക്കെ കാണിക്കുന്നൊരു അവസ്ഥ വന്നു. അപ്പോൾ എനിക്കത് വളരെ വേഗം തിരിച്ചറിയാൻ പറ്റി. അത് അപസ്മാരമാണ്. കാരണം അങ്ങനെയുള്ള അപസ്മാര രോഗിയുമായിട്ട് കുറേ നാൾ കഴിയേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത് കൊണ്ടും അദ്ദേഹത്തിന് പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സിനോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുക, എന്ത് മുൻകരുതലാണ് നമ്മൾ എടുക്കേണ്ടത്, എന്നാൽ രോഗം വന്നാൽ ആ സമയത്ത് ആ രോഗിയെ എത്ര വേഗം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ എൻ്റെ കൂടെ കഴിയുന്ന രോഗിയുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. പക്ഷെ എൻ്റെ പ്രശ്നം അതല്ല. ഞാൻ ഈ വ്യക്തിയെ ഞാനത് നിവർത്തി ഇരുത്തി അതിനുശേഷം ഇത് ഫിറ്റ്സാണ് എന്നവരോട് ഞാൻ പറയുകയും അപ്പോൾ അവർ ഓടിപ്പോയിട്ട് ഒരു കൂട്ടം താക്കോൽ എടുത്തുകൊണ്ട് വന്ന് ഇയാളുടെ കയ്യിൽ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിപ്പിക്കുകയാണ്. പക്ഷേ അയാൾക്ക് നമ്മളിത് താക്കോൽ പിടിപ്പിക്കാൻ വേണ്ടി അവരെല്ലാം ശ്രമിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല ഈ സംഭവം, ഇത് അന്ധവിശ്വാസമാണ്, യഥാർത്ഥത്തിൽ അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് അങ്ങനെയല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ട് അവിടെ കൂടി നിന്ന പല ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയാതെ അവരെന്നെ ശകാരിച്ചുകൊണ്ട് വീണ്ടും അവർ ഇരുമ്പിന്റെ തുണ്ടുകളോ അല്ലെങ്കിൽ ഇങ്ങനെ താക്കോൽ കൂട്ടമൊക്കെ കയ്യിൽ കൊടുത്താലേ മാറൂ എന്ന് പറയുന്നൊരു പിടിവാശിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ എനിക്ക് വളരെയേറെ സങ്കടം തോന്നി. ഞാൻ അവരോട് കാര്യം പറഞ്ഞു. എന്നിട്ട് ഞാൻ ബലമായിട്ട് അതിനകത്ത് ഇടപെട്ടു. ആ ഇടപെട്ടതിന് ശേഷം ഞാൻ എന്താണ് ആ ഫസ്റ്റ് എയ്ഡ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ അന്നത്തെ ആ രോഗിയെ കൊണ്ട് ചെയ്യിക്കുന്ന അതേപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതായത് അദ്ദേഹത്തിന്റെ വായിൽ കൈയിട്ട നാക്കിനെ തള്ളി അകത്തേക്കിടുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ ചരിച്ച് കിടത്തിയ നുരയും പതയും വെളിയിലേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തുകയൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇന്നും നമ്മൾ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഒക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു സാഹചര്യം വന്നിട്ട് പോലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇപ്പോഴും അന്ധവിശ്വാസവുമായി പുറകെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് ഞാൻ അപ്പോഴും മനസ്സിലാക്കി. അതെനിക്ക് വളരെയേറെ ദുഃഖമുണ്ടാക്കിയ ഒരു സംഭവമാണ്. പിന്നെ ഉടനെ തന്നെ നമ്മൾ ആംബുലൻസ് വിളിച്ചു, അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുന്നത്. അപ്പോൾ എനിക്ക് തികച്ചും വ്യത്യസ്തമായി വിഷമമായ ഒരു സന്ദർഭമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടേഴ്സ് തന്നിട്ടുള്ള നിർദ്ദേശപ്രകാരം അതിൻ്റെ അറിവിൻ്റെ ഒരു പരിധി വെച്ചുകൊണ്ട് അത് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അപസ്മാരം എന്ന് പറയുന്ന ഫിറ്റ്സ് എന്ന് പറയുന്ന രോഗം തികച്ചും സാധാരണമായ ഒരു മസ്തിഷ്ക രോഗമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നിരവധി ആളുകൾക്ക് ഈ രോഗം കണ്ടുവരുന്നുണ്ട്. കണക്കനുസരിച്ച് 1000-ൽ 5 പേർക്കാണ് അപസ്മാരമുള്ളത്. ഓരോ 1000 പേരിൽ 5 പേർക്കെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന അപസ്മാരമുണ്ട്. അപസ്മാരമുള്ളതിൽ 3-ൽ 2 പേരും കുട്ടികളാണ്. ഈ അപസ്മാരം ബാധയുണ്ടാകുമ്പോൾ രോഗി സന്നി ബാധിച്ച് വിറയലോടെ നിലത്ത് വീഴുകയും വായിൽ നിന്നും നുരയും പതയും വരികയും അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ശരിക്കുമുള്ള ലക്ഷണങ്ങളെന്ന് പറയുന്നത്. ഒപ്പം തന്നെ വെട്ടിപ്പിറയ്ക്കുകയും ചെയ്യും. 1-2 മിനിറ്റ് നേരത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന സന്നിയാണിത്. അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നത് ഭൂതപ്രേതങ്ങളുടെ ബാധയോ മനോരോഗമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റ് നടത്തുകയാണ് സാധാരണ വീട്ടുകാരൊക്കെ ചെയ്യാൻ പോകുന്നത്. എന്നാൽ
തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ പൊടുന്നനെ ഉണ്ടാകുന്ന നേരിയ വ്യതിയാനമാണ് ഈ അപസ്മാരത്തിന് കാരണം എന്നാണ് ശരിക്കും പഠനം പറയുന്നത്. ഇപ്പോൾ വിദഗ്ധ ചികിത്സകൾ കൊണ്ട് പൂർണ്ണമായും തന്നെ ഭേദമാക്കാൻ കഴിയുന്ന രോഗമാണ് അപസ്മാരം. നല്ലൊരു പങ്ക് രോഗികളിലും അപസ്മാരബാധയുടെ തുടക്കം 20 വയസ്സിന് മുമ്പാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 20 വയസ്സിന് മുമ്പാണ് സാധാരണ കേസിൽ ഈ രോഗം കൂടുതലായിട്ട് ബാധിക്കുന്നത്. കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. കുട്ടികളെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഇതിന് കാരണമാകാമെങ്കിൽ പോലും, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അപസ്മാരം എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തലച്ചോറിലെ അനേക ലക്ഷം മസ്തിഷ്ക കോശങ്ങൾക്കിടയിൽ സദാസമയവും നേർത്ത വൈദ്യുത സ്പന്ദനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്പന്ദനങ്ങളാണ് മസ്തിഷ്ക പ്രവർത്തനങ്ങൾക്ക് ആധാരമായി വരുന്നത്. ഇങ്ങനെ സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മസ്തിഷ്ക വിദ്യുത് സ്പന്ദനങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം മൂലം തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ ആകെ പൊടുന്നനെ ഒരു ഞെട്ടൽ അനുഭവപ്പെടും. തലച്ചോറിൽ നിന്നുണ്ടാകുന്ന തികച്ചും അസാധാരണമായ ഈ സംവേദനത്തോട് ശരീരം പ്രതികരിക്കുന്നതാണ് സന്നിയുടെയോ ബോധക്കേടിന്റെയോ രൂപത്തിലാവുന്നത്. അതാണ് നമ്മൾ ഫിറ്റ്സ് അഥവാ അപസ്മാരം എന്ന് പറയപ്പെടുന്നത്. ചിലപ്പോൾ പൂർണ്ണമായി ബോധം നശിക്കാതെ ഉന്മത്തരെ പോലെ പെരുമാറുക, കൈകാലുകൾ വെട്ടിപ്പിറയ്ക്കുക, കോച്ചിപ്പിടിക്കുക തുടങ്ങി പല തരത്തിലുള്ള ശാരീരിക പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ട്. തലച്ചോറിലെ വൈദ്യുത സ്പന്ദനങ്ങൾ ഉണ്ടാകുന്ന തികച്ചും ആകസ്മികമായ ഈ വ്യതിയാനമാണ് അപസ്മാരത്തിന് കാരണമായി വരുന്നത്. പ്രത്യേക ജനിതക കാരണങ്ങൾ കൊണ്ടോ തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കൊണ്ടോ അപസ്മാര ബാധയുണ്ടാകാം. ഇപ്പോൾ ഗർഭകാലത്ത് പ്രസവ സമയത്ത് ശിശുവിനുണ്ടാകുന്ന ചില മസ്തിഷ്ക ക്ഷതങ്ങൾ അപസ്മാരമുണ്ടാകാൻ ഇടയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നും മലപ്പുറം പോലുള്ള ചില ജില്ലകളിൽ അതൊന്നും ഒരു പിന്നോക്ക ജില്ലയോ അങ്ങനെയൊന്നുമല്ല. വീട്ടിൽ പ്രസവമെടുക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു കാണും. ഈ അടുത്തിടെ ഒരു കുഞ്ഞിന് ചികിത്സ കിട്ടാതെ മരിച്ചുപോയ സന്ദർഭത്തിൽ ആ കുട്ടിയുടെ പ്രസവം വീട്ടിലായിരുന്നു ചെയ്തിരുന്നത്. ഇങ്ങനെ പ്രത്യേക വിദഗ്ധമായ ചികിത്സ ഇല്ലാതെ ഇങ്ങനെ വീടുകളിൽ പ്രസവം നടത്തുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില സന്ദർഭങ്ങളിൽ കുട്ടികളുടെ തലച്ചോറിനുണ്ടാകുന്ന ചില ക്ഷതങ്ങളാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വഴിതെളിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗർഭകാലത്ത് പ്രസവ സമയത്തും ശരിയായ പരിചരണങ്ങൾ നൽകുന്നതിലൂടെ ഈ രോഗസാധ്യത വലിയ അളവ് വരെ ഒഴിവാക്കാൻ കഴിയും. മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങൾ മൂലവും ചിലപ്പോൾ അപസ്മാരമുണ്ടാകാം. ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കുത്തിവയ്പ്പുകൾ എടുക്കുന്നത് രോഗസാധ്യത കുറയ്ക്കാൻ സഹായിക്കും. പരമ്പരാഗതമായ ചില സവിശേഷതകൾ ചില ആളുകളെങ്കിലും രോഗബാധയ്ക്ക് കാരണമായേക്കാമെങ്കിലും അച്ഛനമ്മമാരിൽ ആർക്കെങ്കിലും അപസ്മാരം ഉള്ളതുകൊണ്ട് മാത്രം മക്കൾക്ക് ഈ രോഗമുണ്ടാകണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയ കുട്ടികൾക്ക് പനി വരുന്ന സമയത്ത് അത് നമ്മൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കാതിരുന്നു, പനി വളരെ കൂടുതൽ നാളെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തലയോട്ടിയിലേക്ക് ചൂട് പിടിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുക? തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മനഞ്ചസ് എന്ന് പറയുന്ന സ്ഥലത്തിൽ ഈ ചൂടിന്റെ കാരണത്താൽ അണുബാധ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ തലയോട്ടിയിലൊക്കെ സ്ക്രാച്ചസ് വീഴുകയൊക്കെ ചെയ്യും. അത് ഇതിനൊരു കാരണമാവാം. ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എൻകഫലൈറ്റിസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അപസ്മാരത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു സാധ്യത ഉണ്ടാവാനുള്ള കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ അപസ്മാര രോഗം വരുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുഖ്യ ലക്ഷണമെന്ന് പറയുന്നത് സന്നി തന്നെയാണ്. അപ്പോൾ സന്നി പലതരത്തിലുണ്ടാകാം. ചിലർ പൊടുന്നനെ ബോധം കെട്ട് വെട്ടിയതുപോലെ വീണു പോകുകയും ചിലർ കൈകാലുകൾ വിലക്ഷണമായി ചലിപ്പിച്ച് കൊണ്ടിരിക്കാറുണ്ട്. പെട്ടെന്നുണ്ടാകാൻ ഞെട്ടിവിറയ്ക്കലുകൾ, കൈകാലുകളുടെയും മുഖപേശികളുടെയും അനിയന്ത്രിതമായ ചലനങ്ങൾ എന്നിവയൊക്കെ സന്നി അഥവാ സീഷന്റെ ഈ സവിശേഷതകളാണ്. അപസ്മാരം ഉണ്ടാകുന്ന ചേഷ്ടകൾ ഏതു തരത്തിലുള്ളതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രോഗത്തെ പലതരത്തിൽ തിരിക്കാറുള്ളത്. ഇവിടെ നിന്നാണ് അപസ്മാരബാധ എന്ന് തിരിച്ചറിയുന്ന കാര്യത്തിലും ചികിത്സ നിശ്ചയിക്കുന്ന കാര്യത്തിലും ഇത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് പ്രത്യേകം ചോദിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഈ രോഗം വന്നത്, അത് ആ രോഗം വരുന്ന സമയത്ത് അത് കണ്ടു നിൽക്കുന്ന ആളിനോട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചേഷ്ടകൾ, ഏത് ഭാഗത്താണ്, എങ്ങനെയാണ്, ഏത് സൈഡിലാണ് എന്നെല്ലാം വളരെ വ്യക്തമായി ഡോക്ടർ ചോദിക്കുന്ന കണ്ടു കാണും. അങ്ങനെ വളരെ വ്യക്തമായി അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ആ ചികിത്സ ഫലിക്കുകയുള്ളൂ. വളരെ എളുപ്പത്തിൽ അത് ചികിത്സിക്കാൻ പറ്റും. ചില ആളുകൾക്ക് അപസ്മാരം ഉണ്ടാകാൻ പോകുന്നതിന് മുന്നോടിയായി ചില ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏതാണ്ട് മണിക്കൂറുകളോ ദിവസങ്ങളോ മുമ്പ് തലവേദന വരിക, വയറുവേദന, വിശപ്പില്ലായ്മ മുതലായവ അനുഭവപ്പെടും. ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നവർക്ക് അപസ്മാര സാധ്യത മുൻകൂട്ടി കാണാനും അപകട സാധ്യത ഒഴിവാക്കാനും കഴിയാറുണ്ട്.
മിക്കപ്പോഴും ഈ അപസ്മാര ബാധിതർ വീണുപോവുകയും പൊടുന്നനെ ബോധം കെടുകയും ചെയ്യാറുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം ബോധം തെളിയുകയും അതിനുശേഷം തലവേദനയോ ശരീരവേദനയോ കടുത്ത ക്ഷീണമോ അനുഭവപ്പെടുന്നതായും കാണാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റോ ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണിതെന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ശരീരവേദന, തലവേദന, അതുപോലെ തന്നെ കടുത്ത ക്ഷീണമൊക്കെ അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ തീർച്ചയായും അത് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ രോഗനിർണയമെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഏറ്റവും സഹായമാകുന്നത് സന്നി ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായ വിവരണമാണ്. ഏത് സാഹചര്യത്തിലാണ് സന്നി ഉണ്ടായത്, ഏത് തരം ചേഷ്ടകളാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ രോഗത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. രക്തപരിശോധന, എക്സ്റേ തുടങ്ങിയ നിർണയ രീതികളും പ്രധാനമാണ്. തലച്ചോറിന്റെ EEG പരിശോധന പ്രാധാന്യമുള്ള ഒന്നാണ്. ദിവസങ്ങളോളം രോഗിയെ സമ്പൂർണ്ണ നിരീക്ഷണത്തിൽ വെച്ച് രോഗബാധ പൂർണ്ണമായും ചിത്രീകരിച്ചും തലച്ചോറിലുണ്ടാകുന്ന പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയുമാണ് ആധുനിക അപസ്മാര ചികിത്സാ കേന്ദ്രങ്ങളിൽ രോഗനിർണയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിന്റെ ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും അപസ്മാരം ഉണ്ടാകുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ നിത്യരോഗിയാകണമെന്നില്ല. അപസ്മാര ബാധയുടെയും രോഗിയുടെയും സവിശേഷതകൾ കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ രോഗിയും കഴിക്കേണ്ട മരുന്നുകൾ തീരുമാനിക്കാൻ എന്നാണ് ഡോക്ടേഴ്സിന്റെ അഭിപ്രായം. പരമാവധി 1.5-2 വർഷത്തെ ഔഷധ ചികിത്സ കൊണ്ട് തന്നെ പകുതിയിലധികം അപസ്മാര രോഗികളുടെയും അസുഖം പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയാറുണ്ട്. എന്നാൽ അപസ്മാരത്തിനുള്ള മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേക നിഷ്കർഷ ആവശ്യമാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്രയും കാലം മരുന്ന് മുടങ്ങാതെ കഴിക്കുകയും വേണം. 6 മാസമോ 1 വർഷമൊക്കെയായി ഒരിക്കൽ പോലും അപസ്മാര ബാധയുണ്ടായില്ലല്ലോ എന്ന് കരുതി ഇനിയും മരുന്ന് തുടരേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് മരുന്ന് നിർത്തിപ്പോയി കഴിഞ്ഞാൽ അത് ചിലപ്പം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക അപസ്മാരവും പൂർണ്ണമായി ഭേദമാകാത്ത ഇനം അപസ്മാരമാണ് ഉള്ളതെങ്കിൽ അത് അതിന്റെ രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ തീർച്ചയായും ആ ഡോക്ടേഴ്സിന് കഴിയും. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ ഈ അപൂർവം ചില കേസുകളിൽ ശസ്ത്രക്രിയ എന്ന് പറയുന്ന സംഭവം നടക്കാറുണ്ട്. മരുന്നുകൾ കൊണ്ട് ഭേദമാകാതെ അപസ്മാരത്തിന് വളരെ ഫലപ്രദമായ ശസ്ത്രക്രിയാ രീതികളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. രോഗത്തിന്റെ സ്വഭാവം, രോഗബാധയുടെ പ്രഭവ കേന്ദ്രം തുടങ്ങിയവ കൃത്യമായി നിർണയിച്ച ശേഷം തലച്ചോറ് തുറന്ന് രോഗകേന്ദ്രത്തിൽ ശസ്ത്രക്രിയ നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ വളരെയേറെ സങ്കീർണമായ തികഞ്ഞ വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ അപസ്മാര ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1000-ലധികം പേർക്ക് അങ്ങനെ ശസ്ത്രക്രിയ ചെയ്ത് പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഡോക്ടേഴ്സിന്റെ അഭിപ്രായം. അപ്പൊ ഇങ്ങനെ അപസ്മാര രോഗമുള്ള രോഗികളെ നമ്മൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അവരെങ്ങനെയാണ് പ്രത്യേക ശ്രദ്ധ എന്ന് പറയുന്നത്? അപസ്മാരമുള്ളയാളെ ജോലിയിൽ നിന്നോ സാധാരണ സാമൂഹിക ജീവിതത്തിൽ നിന്നോ മാറ്റി നിർത്തേണ്ട ഒരു കാര്യവുമില്ല. ജീവിതത്തിൽ കഴിവതും പ്രവർത്തന നിരതമായിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ അപസ്മാരമുള്ളയാൾ ജീവിതത്തിൽ ചിട്ടകൾ പാലിക്കാൻ ശ്രദ്ധിക്കണം. ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. കാരണം കൃത്യസമയത്ത് ഉറങ്ങുക, ഏകദേശം 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങുക എന്നുള്ളത് ഇതിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുക, വയറിന് അസ്വസ്ഥത ഉണ്ടാക്കാത്ത ഭക്ഷണം മാത്രം കഴിക്കുക തുടങ്ങിയ പ്രധാനമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വാഹനങ്ങൾ ഓടിക്കുന്ന കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. അതുപോലെ തന്നെ ഉയരക്കൂടുതലുള്ള ആ സ്ഥലങ്ങളിൽ കയറി നിന്ന് ജോലി ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാകണം. അതുപോലെ തന്നെ വെള്ളം, തീ എന്നിവയുമായി അടുത്തിടപഴകുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധകൾ കേന്ദ്രീകരിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് ഇതിനെക്കുറിച്ച് നല്ലൊരു അവബോധം നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ഇത് കണ്ടു നിൽക്കുന്നവർക്കും ഗുണപ്രദമായി രോഗത്തെ ചെറുക്കാനോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനോ ഒക്കെ നമുക്ക് കഴിയും. അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള ഈ രോഗങ്ങളെ പലപ്പോഴും അപസ്മാരം പോലുള്ള രോഗത്തെ പലപ്പോഴും ആൾക്കാർ പ്രേതബാധയെന്നോ അതല്ല എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളാണോ എന്ന് കരുതിക്കൊണ്ട് അനാവശ്യമായി പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ സമീപിച്ച് അനാവശ്യമായി പൈസ ചെലവാക്കുകയും രോഗിയെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവില്ലായ്മയുടെ ഒരു പ്രശ്നമാണ്. ഇത് ഞാൻ പലപ്പോഴും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഈ മേഖലയുമായിട്ട് പ്രാഗൽഭ്യവും വൈദഗ്ധ്യവും ഇല്ലാത്ത ഒരാളാണ്. എങ്കിലും എനിക്കത് പല പ്രാവശ്യം എൻ്റെ അനുഭവത്തിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഉള്ളിലേക്ക് തട്ടിയ പ്രയാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോടിത് ഷെയർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളിത് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോയുമായി.